സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. രണ്ടാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണിത്. രണ്ടാം ദശകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഭഗവാന്റെ രൂപവർണ്ണനയാണ്. ഭഗവാന്റെ കേശാദിപാദം 2 ശ്ലോകങ്ങളെ കൊണ്ട് കവി വർണ്ണിക്കുന്നു. കവി ആദ്യം കാണുന്നത് അനേക സൂര്യന്മാർക്ക് തുല്യമായ ഭഗവാന്റെ ശിരസ്സിലെ അലങ്കാരമായി ശോഭിക്കുന്ന കിരീടമാണ്. പിന്നീട് ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന തിരുനെറ്റിത്തടം. അടുത്തത് കരുണ പ്രവഹിക്കുന്ന നേത്രങ്ങൾ, മന്ദഹാസം കൊണ്ട് മനോഹരമായ ചുണ്ടുകളും ലക്ഷണമൊത്ത നാസികയും മുഖത്തിൽ പ്രകാശിക്കുന്നു. കാതുകളിൽ ശോഭിക്കുന്ന കുണ്ടലങ്ങൾ മകര രേഖാങ്കികളും കവിളുകൾക്ക് ശോഭ കൂട്ടുന്നവയുമാണ്. കണ്ഠം അഥവാ കഴുത്ത് കൗസ്തുഭം എന്ന രത്നത്താൽ അലങ്കരിക്കപ്പെട്ടതാണ്. തിരുമാറിടം തുളസി മുതലായവയാൽ രചിക്കപ്പെട്ട വനമാലയാലും അനേകം മുത്തുമാലകളാലും ശ്രീവത്സം എന്ന മറുവിനാലും ശോഭിക്കുന്നു. ഈ വിധമുള്ള മനോഹരമായ ഭഗവത് രൂപം ഞാൻ എപ്പോഴും ഭജിക്കുന്നു. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. കേയൂരാംഗദ കങ്കണോത്തമമഹാ രത്നാംഗുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്കസംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ചിതം. രണ്ടാം ദശകത്തിലെ 2ാമത്തെ ശ്ലോകമാണിത്. വർണ്ണന തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ചതുർബാഹുക്കൾ, അതായത് 4 കൈകൾ, കേയൂരം, അങ്കദം, വളകൾ, മഹാരത്നാകുലീയങ്ങൾ ഇവ ധരിച്ചവയാണ്. അവയിൽ ശംഖം, ചക്രം, ഗദ, താമര അവയോട് കൂടിയ 4 കൈകൾ അദ്ദേഹം കാണുകയാണ്. പിന്നീട് പൊന്നരഞ്ഞാൺ കൊണ്ട് കെട്ടിയ മിന്നുന്ന പീതാംബരം, അതുപോലെ നിർമ്മലമായ താമരപ്പൂവിൻ്റെ ശോഭയുള്ള കാലടികളോട് കൂടിയതും ഭക്തന്മാരുടെ താപമെല്ലാം നശിപ്പിക്കുന്നതുമായ വർണ്ണിപ്പാൻ വിഷമവും ആയിട്ടുള്ള അവിടുത്തെ വിഗ്രഹത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള
അംഗങ്ങളുടെ വർണ്ണനയാണ് ഈ 2 ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേയൂരാംഗത കങ്കണോത്തമമഹാ രത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സങ്കതഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോഭിമധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. 2-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ കേശാദിപാദ വർണ്ണിച്ച ശേഷം കവി പറയുന്നത് 3 ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭഗവാന്റെ രൂപം. അതുപോലെ മോഹിപ്പിക്കുന്ന വസ്തുക്കളേക്കാൾ ഏറ്റവും മോഹനമായതാണ്. ശോഭയ്ക്കിരിപ്പിടമായ വസ്തുക്കളേക്കാൾ ഏറ്റവും ശോഭനമായതും മധുരമുള്ള വസ്തുക്കളേക്കാൾ മാധുര്യമേറിയതും സൗന്ദര്യമുള്ള വസ്തുക്കളേക്കാൾ ഏറ്റവും അതിസുന്ദരവുമായ അത്ഭുത വസ്തുക്കളേക്കാൾ അധികം ആശ്ചര്യമുള്ളതുമായ സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാൻ ലോകത്തിൽ ആർക്ക് തന്നെ കൗതുകം വർദ്ധിപ്പിക്കുന്നില്ല. എല്ലാ ഗുണങ്ങളുടെയും ആധിക്യമാണ് ഭഗവാനിലുള്ളത്. അത് എല്ലാവർക്കും കൗതുകം വർദ്ധിപ്പിക്കുന്നതുമാണ്. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. തത്താദൃങ്മധുരാത്മകം തവ ബഭു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തിഷ്വപി തേനാസ്യബദ കഷ്ടമച്യുതമിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അജാബലബലാത് ചാബല്യവാർത്തോദഭൂത്. 2-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. അതിമനോഹരമായ അങ്ങയുടെ വിഗ്രഹത്തിൽ സ്ഥാനം ലഭിച്ച സാക്ഷാൽ ലക്ഷ്മി ദേവി തൻ്റെ ഭക്തന്മാരിൽ കൂടി അധികകാലം വസിക്കാതെ അങ്ങയുടെ രൂപത്തിൽ തന്നെ സ്ഥിരമായി വിളയാടുകയാണ്. ഇതറിയാത്ത ലോകം ലക്ഷ്മി ദേവി അധികകാലം ഒരിടത്തും നിൽക്കാത്ത ചപലയാണെന്ന് വെറുതെ അപവാദം പറയുകയാണ്. കഷ്ടം തന്നെ. ലക്ഷ്മി ദേവി ചപലയാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം
സമ്പത്ത് വരും പോകും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ. പക്ഷെ അതൊന്നും അല്ല. ദേവി ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ തന്നെ ലയിച്ച് ചേർന്ന പോലെ ഇരിക്കുകയാണ്, സ്ഥിരമായി അവിടെയാണ് വിളയാടുന്നത് എന്നാണ് കവി പറയുന്നത്. തത്താദൃങ് മധുരാത്മകം തവ വപുഃസംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാപദ കഷ്ടമച്യുതവിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അജാപലബലാത് ചാബല്യവാർത്തോദഭൂത്. ലക്ഷ്മീസ്താവകരാമണീയകൃതേർ വേയം പരേഷ്വസ്ഥിതേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തന രസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവ ദത്താദരാ. രണ്ടാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണിത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു തന്നെ ആവർത്തിക്കുകയാണ് ഒരു വ്യത്യാസത്തിൽ. അല്ലയോ ലക്ഷ്മീപതിയായ ഭഗവാനെ, നിന്തിരുവടിയുടെ സൗന്ദര്യത്താൽ അപഹരിക്കപ്പെട്ട ലക്ഷ്മീദേവി മറ്റുള്ളവരിൽ അസ്ഥിരയാകുന്നത് അവിടത്തിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇതിന് വേറൊരു പ്രമാണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ഭക്തരായ ജനങ്ങൾ അങ്ങയുടെ ധ്യാന രസത്തിലും ഗുണാനുകീർത്തന രസത്തിലും ആസക്തരായിരിക്കുന്നുവോ അവരിൽ ഈ ലക്ഷ്മീദേവി സ്ഥിരമായി തന്നെ വസിക്കുന്നുണ്ട്. അതായത് ലക്ഷ്മീദേവിക്ക് ഭഗവാൻ പ്രിയപ്പെട്ട ആളാണ്. അപ്പോൾ കൃഷ്ണ ഭക്തന്മാരിൽ, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ ലക്ഷ്മീദേവി സ്ഥിരമായി തന്നെ വസിക്കുന്നു. അപ്പോൾ ചപലയാണെന്ന് പറയുന്നത് വെറുതെയാണ്. എവിടെ ഭഗവാനുണ്ടോ അവിടെ ഭഗവതിയും ഉണ്ട് എന്ന് സാരം. ലക്ഷ്മീസ്താവക രാമണീയക ഹൃദൈർവേയം പരേഷ്വസ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവ ദത്താദരാ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സത്യപ്രേരയതി മതിം മദയതി രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈഃ ആനന്ദമോക്ഷോദ്ഭവൈഃ. രണ്ടാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണിത്. ഭഗവാന്റെ രൂപം മനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനമാണ്. ദോഹനം എന്നാൽ പാല് കറക്കുക എന്നാണ് അർത്ഥം. ഭഗവാന്റെ രൂപം കറന്നാൽ കിട്ടുന്നത് എന്താണ്?
മനോജ്ഞതയാകുന്ന പുതിയ അമൃതിൻ്റെ പ്രവാഹമാണ്. പരചിത് രസായനമയം. രസായനം എന്ന് പറഞ്ഞാൽ നാവിൽ വെച്ച് അലിയിച്ച് ഇറക്കാവുന്ന ഒരു സംഭവമാണ്. ബ്രഹ്മ ചൈതന്യത്തെ രസായനം പോലെ ആസ്വദിക്കത്തക്ക തരത്തിലാക്കിയതാണ് ഭഗവാന്റെ രൂപം. ഇങ്ങനെ സർവ സൗന്ദര്യത്തിനും ഇരിപ്പിടമായ അവിടുത്തെ രൂപം, അവിടുത്തെ കഥകൾ കേട്ടുകൊണ്ട് മനസ്സിൽ പ്രവേശിക്കുമ്പോൾ അത് മനസ്സിനെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് ആകർഷിച്ച് തങ്കൽ ലയിപ്പിക്കുകയും പരമാനന്ദ അനുഭവമുണ്ടാവുകയും ചെയ്യുന്നു. അതായത് അങ്ങയുടെ രൂപത്തിൽ മനസ്സ് ലയിപ്പിക്കുന്ന ഭക്തന് രോമാഞ്ചമുണ്ടാകും. സന്തോഷം കൊണ്ട് ആനന്ദ ബാഷ്പം കണ്ണുകൾ കവിഞ്ഞൊഴുകി ശരീരമാകെ കുളിർപ്പിക്കും. സാധാരണ കണ്ണീരിന് ചൂടാണ്, ചൂട് രസമാണ്. പക്ഷേ ആനന്ദാശ്രു ഭഗവാനെ കാണുന്ന ഭക്തന് ഉണ്ടാവുന്ന ആ ആനന്ദ ബാഷ്പം വളരെ മനസ്സിനെയും ശരീരത്തെയും കുളിർമ ഉളവാക്കുന്നതാണ്. ഏവം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യവി ശീതബാഷ്പവിസരൈഃ ആനന്ദമോക്ഷോദ്ഭവൈഃ. ഏവം ഭൂതദയാ ഹി ഭക്ത്യവിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാ വല്ലഭ. രണ്ടാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ രൂപം ദർശിക്കുന്നത് കൊണ്ട് മാത്രമുണ്ടാവുന്ന ആനന്ദാനുഭൂതി കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിക്കുകയുണ്ടായി. ഇവിടെ ഭക്തി യോഗമാണ് മോക്ഷത്തിന് ഏറ്റവും എളുപ്പമായ മാർഗം എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അല്ലയോ ലക്ഷ്മി വല്ലഭ, ജ്ഞാനം കർമ്മം ഭക്തി, ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നീ 3 യോഗങ്ങളാണ് മോക്ഷ ഹേതുക്കളായി ഗീതാദി ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഇവ 3ൽ ഭക്തി എന്ന യോഗം ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും അധികം ശ്രേഷ്ഠമാണ് എന്ന് യോഗ തത്വജ്ഞന്മാർ പറയുന്നു. എന്തെന്നാൽ സൗന്ദര്യസാരനായ ഭഗവാനിൽ പ്രേമം വയ്ക്കുകയെന്ന ഭക്തിയോഗം സകല ജനങ്ങൾക്കും പ്രയാസം കൂടാതെ സാധിക്കാവുന്നതാണ്. ഏവം ഭൂതദയാ ഹി ഭക്ത്യവിഹിതോ യോഗസ്യ യോഗദ്വയാത് കർമ്മജ്ഞാനമയാത് പൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാ വല്ലഭ.
നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യബലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്തൗവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. രണ്ടാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണിത്. കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും സാമാന്യ സ്വഭാവങ്ങൾ വിവരിച്ച് അവയേക്കാൾ സ്വാദുള്ളതും ശ്രേയസ്കരവുമാണ് ഭക്തിയോഗമെന്ന് കവി ഈ ശ്ലോകത്തിൽ സ്ഥാപിക്കുകയാണ്. കാരണം കർമ്മ ജ്ഞാന യോഗങ്ങളുടെ ഫലം സിദ്ധിക്കുവാൻ ഒരുപാട് കാലം എടുക്കും. ഒരു ജന്മം തന്നെ വേണ്ടി വരും ചിലപ്പോൾ. പക്ഷേ ഭഗവാനോടുള്ള ഭക്തി എന്ന ആ യോഗം വളരെ എളുപ്പത്തിൽ മോക്ഷം പ്രാപിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് കവി അടുത്ത ശ്ലോകങ്ങളിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാവണേ. അതിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കുവാൻ എളുപ്പം സാധിക്കും. മോക്ഷമാണ് ഏറ്റവും പരമമായ ഒരു ലക്ഷ്യം എന്ന് കണക്കാക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല വിവരണമാണ്. ഇനിയും ഇതുപോലെയുള്ള അർത്ഥം വരുന്ന ശ്ലോകങ്ങളാണ് കവി അടുത്തതിലൊക്കെയും പറയുന്നത്. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാപിതം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്തൗവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യനിര്യന്മല ബോധേ ഭക്തിപദേതവാപ്യുജിതത മായാന്തികിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരൈഃ. രണ്ടാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാണിത്. അതികഠിനമായ കർമ്മപടലങ്ങളെ ആചരിച്ച് മനസ്സ് നിർമ്മലമാകുമ്പോൾ ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ കടക്കാനുള്ള അർഹതയുണ്ടാവും. ചിലർ വേദാന്ത ചർച്ചകളിൽ ക്ലേശിച്ച് അങ്ങയുടെ ബ്രഹ്മരൂപം ധ്യാനിച്ച് അനേക ജന്മം കൊണ്ട് സിദ്ധിയെ പ്രാപിക്കുന്നു. രണ്ടായാലും ദൂരഫലമാണ് ഉണ്ടാകുന്നത്. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യനിര്യന്മല ബോധേ ഭക്തിപദേതവാപ്യുജിതത മായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമർജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വരീ സത്യസിദ്ധികരീ ജയത്यै വിഭോ
സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രത ദ്രുതതരം ബാധാലയാധീശ്വര. രണ്ടാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണ്. ഇതിൽ ഭക്തിയോഗത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങയുടെ നേർക്കുള്ള ഭക്തി കഥാരസമാകുന്ന അമൃതപ്രവാഹത്തിൽ സ്വയമേവ സിദ്ധിക്കുന്നതും ക്ലേശം കൂടാതെ ബ്രഹ്മജ്ഞാന പദവിയെ ഉടൻ തന്നെ സിദ്ധിക്കുന്നതും ആണ്. അല്ലയോ ഗുരുവായൂരപ്പ, എനിക്കും അങ്ങയിലുള്ള ഭക്തി തന്നെ അതിവേഗം ഉണ്ടാകാൻ അനുഗ്രഹിക്കണേ എന്നാണ് കവി നമ്മളും പറയുന്നത്. ത്വദ്ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മർജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതീ സത്യസിദ്ധികരീ ജയത്यै വിഭോ സൈവാസ്തു മേ ത്വത്പദ പ്രേമ പ്രൗഢിരസാദ്രത ദ്രുതതരം ബാധാലയ ഈശ്വര.